എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി 139 സങ്കീർത്തനം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 139 7 മുതൽ 10 വരെ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതത്തിൽ 139 സങ്കീർത്തനത്തിൽ ദൈവത്തിൽ നിന്ന് എവിടേക്കും ഓടി മറയാൻ കഴിയില്ല എന്ന സങ്കീർത്തനക്കാരൻ്റെ കണ്ടെത്തൽ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ജീവിതത്തിൽ ഒളിച്ചോട്ടം നടത്തിയിട്ടില്ലാത്തവർ നന്നേ ചുരുക്കമായിരിക്കും. ബാല്യകാലത്ത് ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്നും ഭവനത്തിൽ നിന്നുമായിരിക്കും ഓടിപ്പോക്ക്. കൗമാരത്തിൽ ചിലപ്പോൾ വിദ്യാലയത്തിൽ നിന്നും, യൗവനത്തിലെത്തുമ്പോൾ സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ വിട്ട് അകലാനുള്ള പ്രവണതയും ഉണ്ടാവാം. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സാഹസികതയും നടത്തിയെന്ന് വരാം. പോൾ ടില്ലിക് എന്ന വേദപുസ്തക പഠിതാവ് പറയുന്നു, എ മാൻ ഹു ഹാസ് നെവർ ട്രൈഡ് ടു ഫ്ലീ ഗോഡ് ഹാസ് നെവർ എക്സ്പീരിയൻസ്ഡ് ദ ഗോഡ് ഹു ഈസ് റിയലി ഗോഡ്. ദൈവത്തിൽ നിന്ന് ഓടിയകലാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ലാത്തവൻ യഥാർത്ഥ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ നടപടികളും ചെയ്തികളും സൂക്ഷ്മമായി അറിയുന്നവനായ ദൈവത്തിൽ നിന്ന്, മഹാപരിശുദ്ധനും നീതിമാനും സർവജ്ഞനുമായ ദൈവത്തിൽ നിന്ന് ഓടി അകലാൻ നാം ശ്രമിച്ചു പോകും. ഈ അനുഭവത്തെക്കുറിച്ച് നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ പറഞ്ഞു, സകലവും അറിയുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ദൈവത്തെ വെറുക്കുവാനും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാനും ശ്രമിച്ചുപോയി. യോന ദൈവകൽപ്പനയെ നിരസിച്ച ശേഷം ദൈവസന്നിധി വിട്ട് വിദൂരതയിൽ എത്തിച്ചേരാൻ വെമ്പൽ കൊള്ളുന്നു. തർസീസ് എന്ന് പറയുന്നത് ഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയിലാണ്. അവിടെ ഇസ്രായേലിയ ദൈവത്തിൻ്റെ അധികാരമോ ശക്തിയോ എത്തുകയില്ല എന്ന വ്യാമോഹത്തിലാണ് ആ സ്ഥലം ലക്ഷ്യമാക്കി കപ്പൽ യാത്രയ്ക്ക് യോന ഒരുമ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരു സാഹസിക സംരംഭത്തിനാണ് 139 സങ്കീർത്തനം എഴുതിയ ദാവീദ് ഉദ്യമിക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. എങ്ങനെയുള്ള ദൈവത്തിൽ നിന്നാണ് ഓടിയകലാൻ ശ്രമിക്കുന്നത് എന്ന് ആദ്യം പ്രസ്താവിക്കുന്നു. നമ്മുടെ വിചാരവും പ്രവൃത്തിയും വാക്കും എല്ലാം അറിയുന്നവനായ ദൈവമാണ്. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. വിചാരങ്ങൾ, എൻ്റെ നടപ്പും കിടപ്പും നീ അറിയുന്നു. പ്രവർത്തികളെല്ലാം നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. അവർ തോട്ട്സ്, ഡീഡ്സ് ആൻഡ് വേർഡ്സ് ആർ നോൺ ടു ഹിം. ഇങ്ങനെ നമ്മെ മുഴുവനായും സൂക്ഷ്മമായും അറിയുന്ന സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവത്തിൽ നിന്ന് അകലാനാണ് സാഹസപ്പെടുന്നത്. നമ്മെ അറിയുന്നു എന്ന് മാത്രമല്ല, നമ്മെ എല്ലായ്പ്പോഴും എല്ലായിടത്തും അനുധാവനം ചെയ്യുന്ന ദൈവവുമാണ്.
ഈ ദൈവത്തിൽ നിന്നുള്ള പലായനം അസാധ്യമാണ്. എങ്കിലും നമ്മൾ ശ്രമിച്ച് പോകാറുണ്ട്. ഏതൊക്കെ മാർഗത്തിൽ കൂടിയാണ് ഈ പലായനം എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. 1, സ്വർഗത്തിൽ കയറുക. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ദൈവത്തിൽ നിന്ന് അകലുവാൻ ശ്രമിക്കുന്നവൻ സ്വർഗത്തിലേക്ക് ഓടിയെത്തുക. എന്തൊരു വിഡ്ഢിത്തമാണ്! കാരണം സ്വർഗം എന്നത് ദൈവത്തിൻ്റെ അധിവാസ സ്ഥലമാണ്. അവിടെ ദൈവം സദാ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഇവിടെ സ്വർഗം എന്നുള്ളത് ഭൗതിക സ്വർഗമായി നമുക്ക് വീക്ഷിക്കാം. ആഡംബരത്തിൻ്റെയും ഭൗതിക സമൃദ്ധിയുടെയും സുഖലോലുപതയുടെയും സ്വർഗം ഇവിടെ സൃഷ്ടിക്കാനാണ് പലരും പരിശ്രമിക്കുന്നത്. അവരുടെ ആ സ്വർഗത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് അവർ സങ്കല്പിക്കുന്നു. ഒരു നാടക ആവിഷ്കരണത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ അതിഥി എത്തിയ രംഗം വിവരിക്കുന്നു. ഒരുമിച്ച് ഭക്ഷണത്തിനിരുന്നപ്പോൾ അദ്ദേഹം ആതിഥേയരോട് ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാളുടെ മറുപടി വളരെ വിചിത്രമായിരുന്നു. ഭക്തിയും ആത്മീയതയും പാവപ്പെട്ടവരുടെയും അശരണരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും ഊന്നുവടിയാണ്. ആരോഗ്യവും ഭൗതിക സൗഭാഗ്യങ്ങളും ഉള്ള ഒരുവന് ദൈവസഹായമൊന്നും ആവശ്യമില്ല. അവന് ഭക്തി എന്ന് പറയുന്നത് വളരെ വെറുപ്പോടെ കാണുന്ന ഒരു കാര്യം. ആധുനിക വീക്ഷണത്തെ പച്ച തെളിച്ച് കാണിച്ചിരിക്കുകയാണ്. ഈ ലോകത്തെ ഒരു പറുദീസയാക്കി മാറ്റുക. അപ്പോൾ ഒരു പാരത്രിക പറുദീസായ്ക്ക് പ്രസക്തി ഇല്ലാതാകുന്നു. പറുദീസായാക്കി മാറ്റാനുള്ള തത്രപ്പാടിൽ വഞ്ചനയും ചതിയും കൊലയും അക്രമവും പരപീഡനവും എല്ലാം തന്ത്രങ്ങളാക്കി തീർക്കും. ഭൗതിക സമൃദ്ധിയും പ്രതിശീർഷ വരുമാനവും ഏറ്റവും വർദ്ധിച്ച രാജ്യങ്ങളിൽ അക്രമവും ആത്മഹത്യയും കുടുംബ തകർച്ചയും വർദ്ധിച്ച തോതിൽ നടമാടുന്നു. ഭൗമിക പറുദീസ സൃഷ്ടിക്കാനുള്ള സാഹസിക ശ്രമത്തിൽ ഉളവാകുന്നത് പലപ്പോഴും കുട്ടി നരകങ്ങളാണ്. സമ്പന്നരും സമൂഹത്തിൻ്റെ മേലെ തട്ടിലുള്ളവരുമായ ഒരു കുടുംബത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. മാതാപിതാക്കൾ ഇരുവരും വളരെ ദുഃഖിതരും നിരാശരുമായി കഴിയുന്നു. അവർക്ക് 2 മക്കൾ മാത്രം, കണക്കില്ലാത്ത സ്വത്ത്, ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും ഉപഭോഗ വസ്തുക്കളും കൊണ്ട് നിറഞ്ഞ ഭവനം. മകൻ പഠനത്തിൽ അശ്രദ്ധനായി, ദുഷിച്ച കൂട്ടുകെട്ടുകളിൽപ്പെട്ടു. മദ്യവും മയക്കുമരുന്നും അവൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി. എല്ലാ ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് അവസാനം ഇരുമ്പഴിക്കുള്ളിലെത്തിച്ചേർന്നു. ആ ഭവനത്തിലെ മകളുടെ കാര്യവും പരാജയമായി. വിവാഹിതയെങ്കിലും മോചനത്തിൽ കലാശിച്ചു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടതെല്ലാം നൽകി, പക്ഷേ ദൈവത്തെ നൽകിയില്ല. അവർ ധരിച്ചത് ദൈവത്തെ കൂടാതെ തങ്ങളുടെ ജീവിതം വിജയിപ്പിക്കാമെന്നായിരുന്നു. അവർ കെട്ടിപ്പടുത്ത ഭൗമിക പറുദീസ ഒരു കുട്ടി നരകമായി തീർന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ചിന്ത നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കണം. നമ്മൾ നമുക്ക് തന്നെ ചില സ്വർഗങ്ങൾ പണിയാറുണ്ട്. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഒരു മറവിടമായി, സങ്കേതമായി അതിനെ മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ കൈ അവിടെയുണ്ട്. ഓടി ഒളിക്കുന്ന എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ കൈയുണ്ട്. ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു ഇടവും എവിടെയുമില്ല.
അതുകൊണ്ട് നമുക്ക് ആ ഒരു സാന്നിധ്യ ബോധത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ദൈവം കാണുന്നു. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ദൈവിക നിലപാടിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാധ്യതകളുടെയും പ്രതീക്ഷകളുടെയും പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ കാലുകൾ ഇടറാതെയും മനസ്സ് പതറാതെയും ദൈവിക നിയന്ത്രണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഞങ്ങളുടെ ചിന്തകളിലും കർത്താവെ, തിരുസാന്നിധ്യ ബോധത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയും കാവലും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. സകല ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. വ്യത്യസ്തമായ ഭാരങ്ങളോടും ആവശ്യങ്ങളോടും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കരുണയുടെ കരം നീട്ടണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം ദാനമായി നൽകിയ ജീവിതം, ദൈവം ദാനമായി നൽകിയ കുടുംബജീവിതം അതേറെ വിലയുള്ളതാക്കി ദൈവത്തോടൊത്ത് ജീവിപ്പാൻ പുതിയ വർഷം എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.